കൊല്ലത്ത് കർഷകന്റെ വീട്ടിൽ പട്ടുടുത്ത് മോഹിനി. ഇത് പ്രേതകഥയല്ല. കടവൂർ സ്വദേശി കർഷകനായ തെങ്ങുവിളയിൽ രാമചന്ദ്രൻ പിള്ളയുടെ വീട്ടിലെ ചീരകൃഷിയെക്കുറിച്ചാണ് ഈ വർണ്ണന. ഇക്കുറി പൂന്തോട്ടത്തിൽ പട്ടുചീരയും മോഹിനി ചീരയുമാണ് ചമഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. കേരളത്തിന് ഡിസൈൻ പോളിസി ആകാമെങ്കിൽ കൃഷിയിലും ഡിസൈൻ വേണ്ടേ എന്നാണ് മാതൃകാ കർഷകനായി കഴിഞ്ഞ 4 വർഷമായി കൃഷിവകുപ്പിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള പുരസ്കാരം വാങ്ങുന്ന രാമചന്ദ്രൻ പിള്ളയുടെ ചോദ്യം. വിളവെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമ്മൾ 3 ഐറ്റം ചീര നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുകയും നല്ല വരുമാനം അതിൽ നിന്ന് നമുക്ക് വർഷങ്ങളോളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇക്കുറി പൂന്തോട്ടത്തിൽ പട്ടുചീരയും മോഹിനിച്ചീരയും നട്ടു. അവർ നന്നായി തളിരിട്ട് വളർന്നു. പട്ടുകൊടുത്ത മോഹിനിച്ചീരകൾ പൂക്കളേക്കാൾ മനോഹാരികളായി. നല്ല ഭംഗിയുണ്ട്. ഇവിടെ എപ്പോഴും പച്ചപ്പ് തന്നെയാണ്. ഇവിടുത്തെ മാമൻ ഞങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലും എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. അപ്പം നല്ല ജൈവമായിട്ടുള്ള കൃഷിയാണ്, ആരോഗ്യമാണ്. കഴിഞ്ഞ ഓണത്തിന് പച്ചക്കറികൾ കൊണ്ട് പൂന്തോട്ടം പണിതു. മുമ്പ് വിവിധ നിറത്തിൽ ജണ്ടുമല്ലികൾ നട്ടു വളർത്തി അത്തപ്പൂക്കളങ്ങൾക്ക് വിറ്റ് വരുമാനവും നേടി. ഇനി ബ്ലാത്താങ്കര ചീരയും പട്ടുചീരയും നടാനാണ് പ്ലാൻ. കവിഭാവനയിലെ ഒരു എഴുത്താണ് പട്ടു പുതച്ചതുപോലെ. കൃഷി എവിടെയൊക്കെ അവർ കാണുന്നുണ്ടോ അങ്ങനെ അതിനെ വർണ്ണിക്കുന്നത് അത് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ പിള്ള വീട്ടുമുറ്റത്ത് പട്ടുചീരയും അതുപോലെ മോഹിനിയും നട്ടു വളർത്തിയാണ് ആ കവിഭാവനയെ അനർത്ഥമാക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.